വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം. സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. മഞ്ചേരിയിലെ ശിഹാബ് തങ്ങൾ സ്മാരക ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ ഒറ്റയാൾ പ്രതിഷേധം. ഗിന്നസ് സലീം പടവണ്ണയാണ് ആശുപത്രി കവാടത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നത്. ദിനം പ്രതി ആയിരക്കണക്കിന് രോഗികളാണ് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. ജില്ലയിലെ ഏക ജനറൽ ആശുപത്രിയാണ് മഞ്ചേരിയിലേത്. ഇത് ജനറൽ ആശുപത്രി മഞ്ചേരിയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഞാൻ ഈ പ്ലക്കാർഡുമായിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ കവാടത്തിൽ നിൽക്കുന്നത്. ഈ ഹോസ്പിറ്റൽ 1942 ഒരു ഡിസ്പെൻസറി ലെവലിലേക്ക് വരികയാണ്. 20 ബെഡ് ഉള്ള ഒരു ഹോസ്പിറ്റലായിട്ട്. ആ ഹോസ്പിറ്റൽ 1969 താലൂക്ക് ഹോസ്പിറ്റലായിട്ടും ജില്ലേൻ്റെ രൂപീകരണം പ്രമാണിച്ച് ജില്ലാ ആശുപത്രിയായിട്ട് മാറുകയാണ് ചെയ്തത്. ആ സമയത്ത് ജില്ലാ ആശുപത്രിക്ക് വേണ്ട വികസനങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. ഇത് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഇവിടെയുള്ള ഭൂ ഉടമകളൊക്കെ ഈ ഭൂമി കൊടുക്കാനുള്ള ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഈ ഒരു ആവശ്യം മഞ്ചേരിയിൽ നിലനിൽക്കണം എന്നില്ല ഒരൊറ്റ ആവശ്യം കൊണ്ടാണ് ഞങ്ങൾ വിട്ടുകൊടുത്തത്. ഇത്രയും നല്ലൊരു സ്ഥലം ഞങ്ങൾ വിട്ടുകൊടുത്തത് ഈ ആശുപത്രി ഇവിടെ നിന്ന് പോകരുതെന്നുള്ള നല്ലൊരു ഉദ്ദേശം കൊണ്ടാണ്. താനൂരിലേക്ക് മാറ്റുന്നതിന് നമ്മൾ എതിർപ്പില്ല. എന്തുകൊണ്ട് പുതിയത് അനുവദിച്ചുകൂടാ? നിലമ്പൂരിൽ അനുവദിക്കണം, കൊണ്ടോട്ടിയിൽ അനുവദിക്കണം, അരീക്കോട് അനുവദിക്കണം. കാരണം ഇത് അത്രയും അനുവദിക്കാൻ വേണ്ട ജനസംഖ്യ പോപ്പുലേഷനുള്ള ഒരു ജില്ല എന്തുകൊണ്ട് ഇങ്ങനെ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകത്തുള്ളത്. ആരാണ് ഇതിൻ്റെ എതിര്? ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഇതിൻ്റെ എതിര് പ്രതിഷേധമാണിത്, വ്യക്തമായൊരു പ്രതിഷേധമാണ്, ഒറ്റയാൾ പ്രതിഷേധമാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. മെഡിക്കൽ കോളേജാക്കി ഉയർത്തിയെങ്കിലും ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. ഒരുപാട് ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ അതിനനുസൃതമായി ജനറൽ ആശുപത്രി വേണമെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.